ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പുതിയതും പഴയതുമായിട്ടുള്ള കുറേയധികം വാക്സിനുകളുണ്ട്. പല മാതാപിതാക്കളും ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ എല്ലാ വാക്സിനുകളും എടുക്കണോ അതോ സെലക്റ്റഡ് വാക്സിൻസ് മാത്രം എടുത്താൽ മതിയോ എന്ന് ചോദ്യം വരാറുണ്ട്. കാരണം ഒട്ടനവധി വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വാക്സിനുകൾ നമുക്ക് എടുക്കാനുള്ളത്, അത്യാവശ്യം ഏതൊക്കെയാണ്, മറ്റ് അല്ലാതെയുള്ള വാക്സിൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാൻ ശ്രമിക്കാം. പൊതുവേ നമ്മൾ ഗവൺമെൻറ്റിൽ എടുക്കുന്ന വാക്സിൻസ് BCG, ട്രിപ്പിൾ പോളിയോ, മീസിൽസ് എന്നീ വാക്സിൻസാണ് സാധാരണ എടുക്കുന്നത്. പിന്നെ JE വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ്, അങ്ങനെ കുറേ വാക്സിൻസ് എടുക്കുന്നുണ്ട്. അവയൊക്കെ നിർബന്ധമായും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കുക. അല്ലാതെയുള്ള കുറേ വാക്സിൻസ് ഉണ്ട്. നമ്മുടെ 6 മാസമായ ഒരു കുട്ടിക്ക് നമുക്ക് ഇൻഫ്ലുവൻസയുടെ 2 ഡോസ് വാക്സിൻ കൊടുക്കാൻ പറ്റും. ഇൻഫ്ലുവൻസ നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന അസുഖമാണ്. ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ എല്ലാ കുട്ടികൾക്കും ജലദോഷവും പനിയൊക്കെ വരും. അതാണ് നമ്മുടെ കോമൺ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലുവൻസയ്ക്കെതിരായിട്ട് നമുക്കൊരു വാക്സിൻ ഉണ്ട്. ഈ വാക്സിൻ 6 മാസത്തിലും 7 മാസത്തിലും നമുക്ക് 2 ഡോസായിട്ട് കൊടുക്കാം. പിന്നെ എല്ലാ വർഷവും ഓരോ ഡോസായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും ഈ വരുന്ന ജലദോഷവും ചുമയൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. അതെടുത്താൽ നല്ലതെന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യണം. അടുത്തൊരു വാക്സിൻ ഉള്ളത് ടൈഫോയിഡാണ്. ടൈഫോയിഡ് ഇപ്പോൾ അധികമൊന്നും കേരളത്തിലില്ല, വല്ലപ്പോഴൊക്കെ ഒരു ടൈഫോയിഡ് കേസ് കാണാറുണ്ട്. എന്നാൽ പോലും നമ്മുടെ കുട്ടികളൊക്കെ വെളിയിലൊക്കെ പഠിക്കാൻ പോകുന്നതാണ്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് പലപ്പോഴും ഹോസ്റ്റലുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ടൈഫോയിഡ് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ടൈഫോയിഡിൻ്റെ ഒരു സിംഗിൾ ഡോസ് വാക്സിൻ 6 മാസത്തിനും 9 മാസത്തിനും എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് ആ അസുഖത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അടുത്ത വാക്സിൻ വരുന്നത് 9 മാസത്തിലാണ്. ഈ 9 മാസത്തിലെ വാക്സിൻ MR വാക്സിനാണ് സർക്കാരിന് ലഭിക്കുന്നത്. അതിനകത്തും മീസിൽസ് റുബെല്ല എന്ന കോമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് MMR എന്ന വാക്സിൻ എടുക്കുകയാണെങ്കിൽ മംസ്, മീസിൽസ്, റുബെല്ല എന്നുള്ള വാക്സിനാണത്. അതിനകത്ത് മംസിൻ്റെ കോമ്പണൻറ്റ് കൂടെ ഉണ്ട്. അതുകൊണ്ട് മംസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഇപ്പോൾ പലയിടത്തും മംസ് വരുന്നുണ്ട്, പല സ്കൂളുകളും മംസുകാരൻ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 9 മാസത്തിൽ മംസിൻ്റെ ഫസ്റ്റ് ഡോസ് എടുക്കുകയും 2ാമത്തെ ഡോസ് 15 മാസത്തിൽ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ മംസ് എന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കും. അടുത്ത വാക്സിൻ വരുന്നത് 1 വയസ്സിലാണ്. 1 വയസ്സിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഫസ്റ്റ് ഡോസ് കൊടുക്കാൻ പറ്റും. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിക്കുമ്പോഴും വെളിയിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. അതിൻ്റെ വാക്സിൻ 1 വയസ്സിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 1.5 വയസ്സിൽ എൻ്റെ സെക്കൻഡ് ഡോസും കൂടെ കൊടുക്കണം. 2 ഡോസിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ ഹെപ്പറ്റൈറ്റിസ് എ എന്ന മാരകമായ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട വാക്സിൻ ചിക്കൻ ബോക്സ് വാക്സിനാണ്. വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ പടരുന്ന ഒരു അസുഖമാണ് ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സിന് മരുന്നുണ്ട്, മരുന്ന് കഴിച്ചാൽ ചിക്കൻ ബോക്സ് മാറും. പക്ഷേ എന്നാലും ചിക്കൻ ബോക്സ് വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കുന്നതാണ്. അതിന് 2 ഡോസ് ചിക്കൻ ബോക്സ് വാക്സിൻ എടുക്കുന്നത് നന്നായിരിക്കും. 15 മാസത്തിലും 18 മാസത്തിലും 2 ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ചിക്കൻ ബോക്സിന് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്തതായി പറയാൻ പോകുന്നത് മെനിഞ്ചോകോക്കൽ വാക്സിനെ പറ്റിയാണ്. മെനിഞ്ചോകോക്കൽ വാക്സിൻ അത്ര വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷേ വെളിയിൽ പോകേണ്ട പല സാഹചര്യങ്ങൾ വരുമ്പോഴും പല രാജ്യങ്ങളും മെനിഞ്ചോകോക്കൽ വാക്സിൻ നിർബന്ധിക്കാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു 2 ഡോസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും കുട്ടികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതുപോലെ ഒരു ട്രാവൽ ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് ഓടി നടന്ന് വാക്സിൻ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം വരില്ല. 9 മാസത്തിലും 1 വയസ്സിലുമാണ് ഇതിൻ്റെ 2 ഡോസ് എടുക്കാനുള്ളത്. ഫസ്റ്റ് ഡോസ് 9 മാസത്തിലെടുക്കും, സെക്കൻഡ് ഡോസ് 1 വയസ്സിലെടുക്കും. ഈ 2 വാക്സിനോട് കൂടി മെനിഞ്ചോകോക്കസിലും നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. മെനിഞ്ചോകോക്കസ് ആക്ച്വലി ഉണ്ടാക്കുന്നത് മെനിഞ്ചൈറ്റിസ് ആണ്. മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഭീകരമായ അസുഖമാണ്. അതിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ ഒരു നല്ല കാര്യമാണ്. അടുത്ത വാക്സിൻ എന്ന് പറയുന്നത് JE വാക്സിനാണ്. JE വാക്സിൻ നമ്മൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലോ അല്ല ആവശ്യമുള്ള കുട്ടികൾക്കോ മാത്രം എടുത്താൽ മതി. തിരുവനന്തപുരം ജില്ലയിൽ JE വാക്സിൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ടൊരു 12 മാസത്തിലും 13 മാസത്തിലും JEയുടെ 2 ഡോസ് എടുത്തു കഴിഞ്ഞാൽ ജാപ്പനീസ് എൻകഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിൽ നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കും. രോഗം അധികം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇതിനെപ്പറ്റി എടുക്കേണ്ട അത്യാവശ്യം വരുന്നില്ല. എന്നാലും എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നമുക്ക് ജോലി കിട്ടിയോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി JE ഉള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഇത് ആവശ്യം വന്നേക്കും. അടുത്ത ഏറ്റവും പുതിയ വാക്സിൻ എന്ന് പറയുന്നത് HPV എന്ന് പറയുന്ന വാക്സിനാണ്. ഇപ്പോൾ പലപ്പോഴും ക്യാമ്പുകളിലും പലപ്പോഴായിട്ട് പല പത്രത്തിലും മാഗസിനുകളിലൊക്കെ HPV എന്ന വാക്സിനെ പറ്റി കേട്ട് കാണും. എന്താണ് HPV? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ് HPV വാക്സിൻ. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്താ ചെയ്യണത്? സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയകളത്തിലുണ്ടാകുന്ന ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസാണ് HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരായിട്ടുള്ള വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു സ്ത്രീക്ക് വരാൻ സാധ്യതയുള്ള ഗർഭാശയകള ക്യാൻസർ ഒഴിവാക്കാൻ സാധിക്കും. 2 ഡോസാണ് നമ്മളിതിന് പറയുന്നത്. 9 വയസ്സിനും 14 വയസ്സിനും 2 ഡോസ് എടുക്കുക. 14 വയസ്സിന് ശേഷം 24 വയസ്സ് വരെ ആണെങ്കിൽ 3 ഡോസ് എടുക്കുക. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് വാക്സിനാണ്. വെളിയിലൊക്കെ പോകണമെങ്കിലും പലപ്പോഴും പല യൂണിവേഴ്സിറ്റി എൻട്രൻസ് കിട്ടണമെങ്കിലും വാക്സിൻ എടുക്കണം നിർബന്ധമാണ്. അതുകൊണ്ട് ഈ പ്രായമാകുന്ന ഉള്ള കുട്ടികളുള്ള അച്ഛനമ്മമാർ ശ്രദ്ധിക്കുക. HPV വാക്സിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്സിനാണ്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാക്സിനുകളെ പറ്റിയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോൾ ഇത്തരം വാക്സിനുകളൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് എടുക്കാൻ ശ്രമിക്കുക. എല്ലാ വാക്സിനും എടുത്താൽ അത്രയും നല്ലത്. കുട്ടികൾ ആരോഗ്യപരമായി നന്നായി ജീവിക്കും. അതുകൊണ്ട് എല്ലാവരും എല്ലാ വാക്സിനുകളും എടുക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.